അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ക്ലിയർ ആണോ സൗണ്ട്? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ക്ലാസ് റൂമിന്റെ പ്രവർത്തകരെ, ശ്രോതാക്കളെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ക്ലാസ് നടന്നിട്ടില്ല. അത് തന്നെ ക്ലാസ് മിസ്സാകരുത് എന്ന് പലരും വിളിച്ചു പറഞ്ഞിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ദിവസം നമ്മുടെ നാട്ടിലും ഒരു രണ്ടാം പെരുന്നാളാണ്. ഏതാനും സമയങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം എല്ല് തേയ്മാനം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് പലരും പരാമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ പലരും അനുഭവിക്കുന്ന ഒരു അസുഖമാണ്, ഒരു പ്രയാസമാണ്. അതേപോലെ മെഡിക്കൽ രംഗത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പല വിവാദങ്ങളിലും കാരണമാകുന്ന ഒരു വാക്കാണ് എല്ല് തേയ്മാനം. ഈ അവസരത്തിൽ എല്ല് തേയ്മാനത്തെ കുറിച്ച് പറയുമ്പോൾ മുന്നോടിയായി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു അസോസിയേഷൻ കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ യുനാനി ഡോക്ടേഴ്സിന്റെയും കൂട്ടായ്മയാണ്. പെട്ടെന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിൽ യുനാനി അസോസിയേഷൻ. അത് ഈ കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ. അതിന്റെ കീഴിലായിട്ട് ഒരു സെമിനാർ ഈ ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കോഴിക്കോട് മാനേജറെ വെച്ച് അവിടുത്തെ സ്പോർട്സ് ഹാളിൽ വെച്ച് നടക്കും. ബഹുമാനപ്പെട്ട സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഈ സംഘടനയുടെ പ്രസിഡന്റ് ഡോക്ടർ കെ പി അജ്മൽ ഈ വിഷയ സംബന്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിഷയാവതരണവും അതോടുകൂടി ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളൊക്കെ പങ്കെടുക്കുന്ന തുറന്ന ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്. കേൾക്കുന്നവരിൽ സൗകര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അതിന് വരാം. ഞാൻ ഈ വിഷയം എടുത്തിട്ടത് ഇപ്പോൾ ഞങ്ങൾ ഈ സെമിനാറിന്റെ എല്ല് തേയ്മാനത്തെ കുറിച്ചുള്ള സെമിനാറിന്റെ ഒരു പത്രസമ്മേളനം കോഴിക്കോട് നടത്തി വരികയാണ്. മർക്കസിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഷിയാബിലൊക്കെ വിളിച്ചപ്പോൾ സെമിനാറൊക്കെ നടക്കുമ്പോൾ ഈ വിഷയം തന്നെ ഇത് ക്ലാസ്സിലുമാവാം എന്ന് മനസ്സിലാക്കിയാണ് എല്ല് തേയ്മാനം എന്ന വിഷയം പിന്നെടുത്തത്. ഏതായാലും നമുക്കറിയാം, സന്ധി വേദനകൾ, ജോയിൻസിനുള്ള വേദനകൾ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. പല വേദനകളും നാം തന്നെ ഈ വേദിയിൽ വെച്ച് പലപ്പോഴും നടുവേദനയെക്കുറിച്ചും മുട്ടുവേദനയെക്കുറിച്ചും പല വേദനകളെക്കുറിച്ചും നാം ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലുകളുടെ സന്ധികളിൽ വരുന്ന, ജോയിൻസുകളിൽ വരുന്ന ഈ വേദനകളുടെ പരിഹാരത്തെക്കുറിച്ച് നാം ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വേദനകളൊക്കെ വരുമ്പോൾ നാം ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ, അത് ഇംഗ്ലീഷ് ആവട്ടെ, ആയുർവേദമാവട്ടെ, യുനാനി ആവട്ടെ, കാണിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് കിട്ടുന്ന മറുപടിയാണ് തേയ്മാനമാണ്, അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ തുടക്കമാണ്, തേയ്മാനത്തിന് ചാൻസ് ഉണ്ട്, അല്ല നല്ലോണം തേഞ്ഞു പോയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ നാം പലപ്പോഴും കേൾക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് എല്ല് തേയ്മാനം, അത് എല്ലാവർക്കും ഇങ്ങനെ എല്ലാ വേദനകളുടെയും കാരണം തേയ്മാനം തന്നെയാണോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു പുനർവിചിന്തനത്തിനാണ് ഈ വേദി ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഓസ്റ്റിയോപൊറോസിസ്, അതാണ് എല്ല് തേയ്മാനത്തിന്റെ മെഡിക്കൽ ടേം
ഓസ്റ്റിയോപൊറോസിസ്. ഈ ഓസ്റ്റിയോപൊറോസിസിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എല്ല് തേയ്മാനം. യഥാർത്ഥത്തിൽ ഓസ്റ്റിയോപൊറോസിസിൽ നടക്കുന്നത് എല്ലിന്റെ സാന്ദ്രതയും അതായത് ഡെൻസിറ്റി കുറയുകയും എല്ലിന്റെ ബലവും ഉറപ്പൊക്കെ കുറഞ്ഞ് എല്ല് പെട്ടെന്ന് പൊട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ സൈഡൊക്കെ ദ്രവിച്ചു പോകാൻ പറ്റുന്നൊരവസ്ഥ, എല്ല് ദ്രവിച്ചു പോകുന്നൊരവസ്ഥ, ഇതാണ് യഥാർത്ഥത്തിൽ എല്ല് തേയ്മാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പൊ മെഡിക്കൽ രംഗത്തെ, ആരോഗ്യരംഗത്തെ മെഡിസിൻ ഗ്രന്ഥങ്ങൾ ആധികാരികമായി പറയുന്ന എല്ല് തേയ്മാനം അത് 50-60 വയസ്സുകൾക്ക് ശേഷമായി വരുന്ന, നമ്മുടെ പ്രായം ഒരുപാട് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും സ്കിന്നും എല്ലാ അവയവങ്ങളും ചുരുങ്ങി ചുരുങ്ങി ദുർബലപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ എല്ലുകൾക്കും ഈ സാന്ദ്രതയൊക്കെ നഷ്ടപ്പെട്ട് ദ്രവിച്ചു പോകുന്ന ഒരവസ്ഥ, അത് പ്രായമാകുമ്പോൾ ഉണ്ടാവുന്ന തേയ്മാനമാണ്. അതേ രൂപത്തിൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന എല്ല് തേയ്മാനം, അഥവാ ആർത്തവവിരാമത്തിന് ശേഷം ചില സ്ത്രീകളിൽ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി, അതായത് ശരീരത്തിൽ കാൽസ്യം ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ, കാൽസ്യത്തിന്റെ കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥ, ഇത് ശരീരത്തിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ തേയ്മാനം ഉണ്ടാവുന്ന സ്ത്രീകളുണ്ട്. അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ വയറിൽ നിന്നും കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ, ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലും അത് വയറിൽ നിന്നും സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അത് എത്തുകയുള്ളൂ. ആക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ വാമാശയത്തിലും ചെറുകുടലും വൻകുടലും വെച്ചാണ്. അപ്പോൾ അവയിൽ നിന്ന് അതിന്റെ അബ്സോർപ്ഷൻ കുറഞ്ഞാൽ അതും കാൽസ്യത്തിന്റെ കുറവ് നമ്മുടെ രക്തത്തിലും ശരീരത്തിലും ഉണ്ടാവും. അതും ഓസ്റ്റിയോപൊറോസിസിന് കാരണമാവും. ഇങ്ങനെ ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ല് തേയ്മാനം എന്ന അസുഖം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എല്ല് തേയ്മാനം ഉണ്ട്, തീർച്ചയായിട്ടും എല്ല് തേയ്മാനം ഉണ്ട് എന്ന് മാത്രമല്ല, എല്ല് തേയ്മാനം ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എല്ല് തേയ്മാനം ഇന്ന് പറയപ്പെടുന്ന രോഗികളെ വെച്ച് നോക്കിയാൽ, ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞു, ഏതൊരു ആൾക്കും വേദന ഉണ്ടാവുമ്പോൾ ജസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ നാം കേൾക്കുന്ന മറുപടി തേയ്മാനമാണ്, തേയ്മാനത്തിന്റെ തുടക്കമാണ്, തുടങ്ങിയവയാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാവർക്കും തേയ്മാനമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന കേസുകളിൽ ഒട്ടുമിക്ക സന്ധി വേദനകളിലും 75% തേയ്മാനമല്ല എന്നാണ് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലായത്. അതായത് ചെറിയ വേദനകൾ നമ്മുടെ വ്യത്യസ്ത സന്ധികളിൽ വരുമ്പോൾ അത് സ്വാഭാവികമായും അതിന്റെ എക്സ്റേയും അതിന്റെ MRIയും അതിന്റെ എല്ലാ ടെസ്റ്റുകളൊക്കെ എടുത്ത് തേയ്മാനത്തിന്റെ സൂചനയാണ് എന്ന് പല ഡോക്ടേഴ്സും പറയുന്നുണ്ടെങ്കിലും, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളെ കൊണ്ടും ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ശരീരത്തിന്റെ ചലനങ്ങളുടെ കുറവ് കൊണ്ടും നീർക്കെട്ട് വന്ന് വേദനിക്കുന്ന സംഭവമാണ് പലപ്പോഴും എല്ല് തേയ്മാനമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന എല്ല് തേയ്മാനമാണെന്ന് പറയപ്പെടുന്ന ഒട്ടുമിക്ക കേസുകളും തേയ്മാനമല്ല എന്ന സത്യം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന് കാര്യമായിട്ട് ഈ വിഷയം ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ വേദന എല്ല് തേയ്മാനം അല്ലെങ്കിൽ പിന്നെ അതിനെന്ത് പരിഹാരമാണ് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവസാനമായി നമുക്ക് ചില ജീവിതശൈലി ചിട്ടപ്പെടുത്തി എന്തൊക്കെയാണോ എല്ലിന് ആവശ്യമുള്ളത്, അത് എല്ലിന്റെ ഈ നീർക്കെട്ട് വരാതിരിക്കാനും വേദന വരാതിരിക്കാനും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കും. ഏതായാലും എല്ല് തേയ്മാനം എന്ന സംഭവം, തേയ്മാനമുണ്ട്, അത് ഞാൻ പറഞ്ഞ ഈ ഓസ്റ്റിയോപൊറോസിസ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, വളരെ എല്ല് ദ്രവിക്കുന്ന അവസ്ഥ, എല്ലിന് ഉറപ്പില്ലാത്തൊരവസ്ഥ, പെട്ടെന്ന് പൊട്ടുന്നൊരവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ എല്ല് തേയ്മാനം, ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. ഇനി ഓസ്റ്റിയോപൊറോസിസിന്റെ
അടയാളങ്ങൾ എന്തൊക്കെയാണ്, ഓസ്റ്റിയോപോറോസിസിന്റെ ലക്ഷണങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഏതൊരു ആൾക്കും വേദനകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ശരീരത്തിന്റെ ചലനങ്ങളുടെ കുറവ് കാരണം, ഇരുത്തത്തിന്റെയും കൈയും കാലും ഒക്കെ മടക്കി അനക്കത്തിന്റെയും കുറവ് കാരണം നീർക്കെട്ട് വരുന്ന വേദനിക്കുന്ന അവസ്ഥ ധാരാളമായിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ നാം ആദ്യമായി നമ്മുടെ നാട്ടിലെ ഒരു സാധാ ഡോക്ടറെ കാണിക്കുന്നു. അവിടെ നിന്ന് കാര്യമായിട്ട് ഫലം കിട്ടില്ല എന്ന് കാണുമ്പോൾ തൊട്ടടുത്ത അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ്, ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നു. അവിടെ നിന്നും വേണ്ടത്ര റെസ്പോൺസ്, വേദനയുടെ ഗുളിക മാത്രമാണ് തരുന്നത്, അല്ലെങ്കിൽ വേദനയും കാൽസ്യത്തിന്റെയും വിറ്റാമിൻസിന്റെയും വേദനയുടെ ഗുളിക വയറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഗുളികകൾ മാത്രമാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ വീണ്ടും നാം ഒരു വലിയ ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനെ നമ്മുടെ ബേബി മിംസ്, പെരിന്തൽമണ്ണ പോലത്തെ ഈ ഓർത്തോക്ക് സ്പെഷ്യാലിറ്റി ഉള്ള നല്ല സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നു. അവസാനമായി അവിടെ നിന്നും തേയ്മാനമാണ്, ഇതിന് പ്രത്യേകിച്ച് ചികിത്സയില്ല, വേദനയുടെ ഗുളിക കുടിച്ചാൽ വേദന കുറയും, പക്ഷെ വേദന ഗുളിക കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്ന ഒരവസ്ഥ എത്രയോ ഉണ്ട്. ഈ ഒരവസ്ഥയിൽ ആണ് ഈ കാര്യം പ്രത്യേകമായിട്ട് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതായത് എല്ല് തേയ്മാനം ഈ പറയപ്പെടുന്ന കേസുകളിലൊക്കെ ഒരു 70% പേരിലും തേയ്മാനമല്ല, മറിച്ച് ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന സന്ധിയുടെ രോഗം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ കൈമാറുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ എല്ലിന്റെ തേയ്മാനം ഉണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഈ ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയറൺ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ നമുക്കറിയാം, മദ്യപാനം, ഡ്രിങ്കിങ്, സ്മോക്കിങ്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ എല്ല് തേയ്മാനത്തിന് കാരണമാണ്, എല്ല് ദ്രവിച്ചു പോകുന്നതിന് കാരണമാണ്. അതുപോലെ പിന്നെ നമുക്കറിയാം, ഈ എല്ല് തേയ്മാനത്തെ രണ്ടാക്കി തരംതിരിക്കാം, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗമാണ്, അതായത് മെൻപോസ് ശേഷം, അതായത് വാർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന തേയ്മാനത്തെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന പ്രൈമറി ഓസ്റ്റിയോപോറോസിസ്, സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്നീ രണ്ട് വിഭാഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞു. സെക്കൻഡറിയിൽ വരുന്നത് പ്രായം കൂടുമ്പോൾ 75 വയസ്സിന് ശേഷം വരുന്ന കേസാണ് പ്രധാനമായിട്ടും സെക്കൻഡറിയിൽ പറയുന്നത്. ഇനി നമുക്കറിയാം, ഈ എല്ല് തേയ്മാന വിഷയം സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടുവേദനയാണ്. മുട്ടുവേദനക്കാണ് നാം പലപ്പോഴും ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് തേയ്മാനമാണ് എന്ന് കേൾക്കാറുള്ളത്. ഇപ്പൊ മുട്ടിന്റെ രോഗം ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് മുട്ടുമടക്കുന്നത് പോലെ ഇന്ന് ആരും മുട്ടുമടക്കുന്നില്ല. മുട്ടുമടക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ പുതിയ ജീവിത സംസ്കാരം വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നാം നിലത്തിരിക്കുന്ന അവസ്ഥയില്ല, ഭക്ഷണമൊക്കെ ടേബിളിലാണ്. നാം ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് യൂറോപ്യനാണ്. ഇരുന്നിട്ടുള്ള ഒരു പരിപാടി, ഇനി സ്ത്രീകളാണെങ്കിൽ അടിച്ചു വാരാനോ തുടക്കാനോ എല്ലാം നിന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. ഇനി പള്ളിയിൽ പോയാൽ ഹൗവ് പണ്ടൊക്കെ ഇരുന്നിട്ടായിരുന്നു, അതില്ല, ഇന്നെല്ലാം നിന്നിട്ടാണ്. നിസ്കരിക്കാൻ വേണ്ടി മാത്രമാണ് നാം പലപ്പോഴും മുട്ടുമടക്കുന്നത്. അല്ലാത്ത ഒരു സാഹചര്യം മുട്ടുമടക്കാൻ ഇന്നില്ല എന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതേ രൂപത്തിൽ ഇനി മുട്ടുമടക്കുന്ന ഒരവസ്ഥ നിസ്കരിക്കുമ്പോൾ ചെറിയ വേദന വരുമ്പോഴേക്കും അവിടെയും സ്റ്റൂളും കസേരയും നാം സംഘടിപ്പിക്കുകയാണ്. പള്ളികളിൽ 10-20 വർഷം മുമ്പ് ഒന്നും കാണാത്ത സ്റ്റൂളും കസേരയും ഇന്ന് ഒരുപാട് എല്ലാ പള്ളികളിലും കുറച്ചെങ്കിലും ഉണ്ടാവും.
നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത കാലത്ത് തന്നെ സോഫ സെറ്റൊക്കെ പള്ളിയിൽ വന്നേക്കാം. ഏതായാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം നമുക്ക് വന്നുവിട്ടത്. അതായത് മുട്ട് മടക്കാൻ ഉള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ തീരെ ഇല്ലാത്ത ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേശികളും എല്ലുകളും ജോയിന്റുകളും നാഡികളും ഒക്കെ നമ്മുടെ ശരീരം മൊത്തത്തിൽ തന്നെ ഒരു പ്രതിരോധ ശേഷി കുറഞ്ഞ ശരീരങ്ങളാണ്. ചലനങ്ങളുടെ കുറവ് കൊണ്ട് പേശികൾക്കൊന്നും ഒരു ബലവുമില്ലാത്ത ഒരവസ്ഥയാണ്. ചെറിയ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാൽ, ഉദാഹരണത്തിന് ഒരു ദീർഘയാത്ര ചെയ്തു, ഒരുപാട് നേരം കാല് തൂക്കിയിട്ടിരിക്കുകയോ മടക്കിയിരിക്കുകയോ ചെയ്തു, അല്ലെങ്കിൽ വലിയൊരു മല കയറി ഇറങ്ങുകയും ചെയ്തു, നടന്നു കയറി നടന്നിറങ്ങി, ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് മുട്ടിൽ നീര് വരാം. ഈ നീര് പിന്നെ കുറച്ചു കാലം നമ്മളെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ അവസരത്തിൽ നാം ഒരു ഡോക്ടറെ കാണിച്ചാൽ ആദ്യമൊക്കെ നമുക്ക് മരുന്ന് തരും. വീണ്ടും ഇതിനൊരു പരിഹാരമില്ല എന്ന് കാണുമ്പോൾ പിന്നീട് അത് തേയ്മാനത്തിന്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ രക്ഷപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അവസരത്തിൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള മാനേജ്മെന്റ് അവിടെ പരിഹാരം നല്ലവണ്ണം മടക്കിയിരുന്ന് കുറച്ച് ദിവസം ഈ നീര് പോകാനുള്ള എന്തെങ്കിലും മരുന്ന് മാത്രം കഴിച്ച് നല്ല മടക്കിയിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ വേദന പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോ നമ്മുടെ ജീവിതത്തിൽ മുട്ട് മടക്കാനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ നാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഒരുപാട് കേസുകൾ, മുട്ടുവേദനകൾ ഒരുപാട് എണ്ണം എല്ലാ വീടുകളിലും എന്ന കണക്കിന് തന്നെ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. ഇപ്പൊ നാം ഒരു ക്ലിനിക്കിൽ പോയി നോക്കിയാൽ അവിടെ പനിക്ക് വരുന്നതിനേക്കാളും കേസുകൾ ഇപ്പോൾ ഓരോ ക്ലിനിക്കിലും ഡിസ്പെൻസറിയിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പനിക്കും മറ്റുമൊക്കെ കഫത്തിനൊക്കെ വരുന്നതിനേക്കാളും രോഗികൾ മുട്ടുവേദന, ഊരവേദന, മടമ്പ് വേദന, ഷോൾഡർ വേദന, നടുവേദന, ഇവിടെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ ഓരോ ജോയിന്റുകൾ, എല്ലുകളെ സംബന്ധമായിട്ടുള്ള വേദനകൾക്കാണ് ഏറ്റവും കൂടുതൽ രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ചിട്ടപ്പെടുത്തി ഒരു നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യുന്ന അവസരം തരാം. ഒരു ഇന്ററാക്ഷൻ ചർച്ചയിലൂടെ നമുക്ക് ഒന്നുകൂടി ഈ പരിപാടി, ഈ വേദി ഉഷാറാക്കാം. ആരെങ്കിലും ചോദിക്കാൻ താല്പര്യമുള്ളവർ റൈസ് ഹാൻഡ് ചെയ്ത് വരണമെന്നും അറിയിക്കുന്നു. അതേ രൂപത്തിൽ നമുക്ക് ഇതിനുള്ള മാനേജ്മെന്റ് എന്താണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, രണ്ടിനുമുള്ള മാനേജ്മെന്റ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓസ്റ്റിയോപോറോസിസ് തന്നെയാണോ, തേയ്മാനം തന്നെയാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ്. ഇനി തേയ്മാനമല്ല, ഞാൻ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ചലനങ്ങളുടെ ചില ഓവറായിട്ട് നടന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഓവറായിട്ട് തീരെ ചലിക്കാത്ത ഒരാൾ ഒരുപാട് ഒരു ദിവസം കൂടുതൽ ചലിച്ചത് കൊണ്ടോ ഒക്കെ ഉള്ള വരുന്ന പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റൊരു കാര്യം പറയാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു തല ഒരു സൈഡിനാക്കി, കഴുത്ത് ഒരു സൈഡിന് ഇങ്ങനെ മടക്കി, തല ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ, ഷോൾഡറിന്റെ ഒരു ഭാഗത്തേക്ക് നാം കിടന്നുറങ്ങിയാൽ, ബസ്സിലോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കിടന്നുറങ്ങി 2-3 മണിക്കൂർ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭാഗത്ത് നമ്മുടെ തല സൈഡാക്കിയ ആ ഭാഗത്ത് നീർക്കെട്ട് വരുന്നു, ചെറിയ വേദനയും ഒരു പിടുത്തവും വരും. ഈ വേദന 1-2 ദിവസം ഒന്നുകിൽ കുറച്ച് ചൂടുവെള്ളം പിടിച്ചുകൊണ്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ചൂടാക്കുകയോ ചെയ്താൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണ്. പക്ഷേ നാം പലപ്പോഴും ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ നീര് അവിടെ ഉണ്ടാവും. നാം അത് 2 ദിവസം കുറയാതിരിക്കുമ്പോൾ ഒരു ഡോക്ടറെ കാണിക്കുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഓർത്തോന്റെ അടുത്ത് എത്തുന്നു. ഓർത്തോ ഡോക്ടറെ അത് കാണുമ്പോഴേക്കും എക്സ്റേ, MRI അല്ലെങ്കിൽ സ്കാനിങ് എടുത്ത് അതൊരു തേയ്മാനത്തിന്റെ തുടക്കമാണെന്നോ അല്ലെങ്കിൽ നട്ടലിന് തേയ്മാനമുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞ് പിന്നീട് നാം രോഗികളായി വലിയ പ്രയാസമുള്ള ഒരാളായി അത് കൊണ്ടു നടക്കുന്ന അവസ്ഥ ഇഷ്ടം പോലെയാണ്. അതേ രൂപത്തിൽ ഓരോ ജോയിന്റുകൾക്കും, മുട്ടിനും നടുവിനും ഇരുത്തത്തിന്റെ ലെവലാവാത്ത ഒരുപാട് കേസുണ്ട്. നടു ഇരുത്തം, ഡ്രൈവേഴ്സിനും പിന്നെ അങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇരുത്തത്തിൽ അപാകത വരുമ്പോൾ ഇരുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നട്ടെല്ല് നേരെ ആയിരിക്കണമെന്നാണ്. ഈ
പൂർണ്ണമായിട്ടും നമ്മുടെ പിന്നെ നടുവിന്റെ ഭാഗം പൂർണ്ണമായിട്ടും ചെയറിന്റെ ബാക്ക് സൈഡിലേക്ക് അടുപ്പിച്ച് വെച്ച് നട്ടെല്ല് സ്ട്രൈറ്റ് ആയിട്ട്, അതായത് പുറം ഭാഗം വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നാൽ അതാണ് യഥാർത്ഥത്തിൽ നോർമലായിട്ടുള്ള ഇരുത്തം. ആ ഇരുത്തം കൊണ്ട് അസുഖം വരുന്നില്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അതേ രൂപത്തിൽ പിന്നെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫേസ് നമ്മുടെ പാൻറിന്റെ ബാക്കിലെ പോക്കറ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേദനയ്ക്ക് കാരണമാണ്. നാം ഫേസ് വെക്കുന്ന ഭാഗത്തിലൂടെ താഴോട്ട് ഒരു ഞരമ്പ് പോകുന്നുണ്ട്, ഷിയാറ്റിക്ക. കറക്റ്റ് ആ ഞരമ്പിനാണ് ഈ ഫേസ് പ്രസ് ചെയ്യുക ഇരിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സഹിക്കാൻ പറ്റാത്ത വേദന വരും, അതും വേദനയ്ക്ക് കാരണമാണ്. പലപ്പോഴും ഈ വേദന ഇങ്ങനെ അത് ഈ ഷിയാറ്റിക്ക എന്ന ഞരവിന് വരുന്ന ന്യൂറോ സംബന്ധമായുള്ള വേദനകൾ പോലും പലപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവരോ ഇല്ലാത്തവരൊക്കെ തേയ്മാനമാണ് എന്ന് വിധി എഴുതാറുണ്ട്. അതൊന്നും തേയ്മാനമല്ല. നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് കഴുത്തിന്റെയും തോളിന്റെയും പിന്നെ കൈമുട്ടിന്റെയും ഒക്കെ രോഗങ്ങൾ, അതുപോലെ നടുവേദനയ്ക്കും അതുപോലെ മുട്ടുവേദനയ്ക്കും മടമ്പ് വേദനയ്ക്കൊക്കെ വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, എക്സർസൈസും ചൂട് പിടിക്കലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് ഏകദേശമെല്ലാം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നാം അതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. അതേസമയത്ത് നീരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറാത്ത വേദനയുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കഴിക്കണം, നീര് പോകാനുള്ള മരുന്ന് കഴിക്കണം, പ്രശ്നം പരിഹരിക്കണം. അതേ രൂപത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിൽ ആ ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ശരിക്കുണ്ടെങ്കിൽ, എല്ലിൽ ആ എക്സ്റേയിലൊക്കെ അത് കറക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാനേജ്മെന്റ് ചെയ്യണം. അങ്ങനെ ഓസ്റ്റിയോപോറോസിസ് വന്നു കഴിഞ്ഞാൽ അത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അത് പ്രയാസമാണ്. അതിന് അപ്പോഴുള്ള മാനേജ്മെന്റ് ഉണ്ട്, അതിലും പരിഹാരങ്ങളുണ്ട്, പരിഹാരമില്ലാത്ത വിഷയമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനി ചോദിക്കാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയാനുള്ളത്, റിസ്ക് ഫാക്ടേഴ്സ് എന്ന്, അതായത് പിന്നെ അസുഖം വരാനുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. ഈ ഓസ്റ്റിയോപോറോസിസ് സന്ധികൾക്കുള്ള അസുഖം വരാനുള്ള കുറച്ച് കാരണങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് പറയാം. ഒന്ന്, അല്ലാതെയും കൂടുതലാണ്. അതുപോലെ ശരീരത്തിന്റെ ഭാരം അത് കൂടുന്നത് കൊണ്ട് എല്ലു തേയ്മാനവും സന്ധികൾക്കുള്ള രോഗങ്ങൾ കൂടുന്നു. നാം അത് ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ചില മരുന്നുകൾ, സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ചില മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് എല്ല് ദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാവും, എല്ലിന്റെ ബലം നഷ്ടപ്പെടും. അതും ശ്രദ്ധിക്കുക. ചില വേദനാ സംഹാരികൾ, സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്നുകളൊക്കെ കൂടുതൽ കഴിച്ചാൽ തീർച്ചയായിട്ടും അത് പ്രയാസമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ കിഡ്നി ഡിസോർഡേഴ്സ്, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കിഡ്നി ശരിക്കും ഫങ്ഷൻ ഇല്ലെങ്കിൽ, കിഡ്നിയുടെ ഫങ്ഷൻ നോർമലായി നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രയാസമുണ്ടാവും. കാരണം കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ പുറം തള്ളുന്നതും അതുപോലെ നമ്മുടെ രക്തത്തിലെ ഘടകങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവയവമാണ് കിഡ്നി. നമ്മുടെ ബ്ലഡ് ഓരോ സമയങ്ങളിലും ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബ്ലഡിൽ വേണ്ടാത്തത് പുറം തള്ളുന്ന, വേണ്ടിയതൊക്കെ നിലനിർത്തുന്ന ഒരു ഫങ്ഷൻ കിഡ്നി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാൽഷ്യമൊക്കെ ആവശ്യത്തിന് വേണം. അതേ സമയത്ത് കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് കാൽഷ്യം കൂടി വേസ്റ്റ് പ്രൊഡക്റ്റിന്റെ കൂടെ കൂടുതൽ പുറത്തു തള്ളിക്കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കാൽഷ്യം ഇല്ലാതെ വരുന്നു. അങ്ങനെ കിഡ്നിയുടെ ഫങ്ഷൻ നോർമൽ അല്ലെങ്കിൽ അതും ഈ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ സന്ധി രോഗത്തിന് കാരണമാണ് എന്ന ഇതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അതുപോലെ വയസ്സ് കൂടുന്തോറും ഓസ്റ്റിയോപോറോസിസ് ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ പിന്നെ നമുക്കറിയാം, ഇന്ന് ഒരുപാട് പഠനങ്ങൾ ഈ മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യക്കാരിൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് സന്ധി രോഗങ്ങൾ കൂടുതലാണ് എന്നും ഒരു പഠനം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ലൈഫ് സ്റ്റൈൽ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആരംഭിച്ചിരുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചുള്ള ചർച്ച. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ, ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ രോഗങ്ങളൊക്കെ കൂടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് മാരകമായ അസുഖങ്ങൾ, പിന്നെ ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഹാർട്ട് രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ലിവറിന്റെ രോഗങ്ങളും തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രോഗവിഭാഗങ്ങൾ പുതിയ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഈ 10-20 വർഷമായി നമുക്ക് നമ്മുടെ ഇടയിൽ മാരകമായി, അതായത് പകർച്ചവ്യാധികളെക്കാൾ കൂടുതൽ മാരകമായ രൂപത്തിൽ അപകടകാരികളായി നമ്മുടെ ഇടയിലേക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. അസുഖത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട്. പ്രമേഹം കഴിഞ്ഞു, ഇൻഷാല്ലാഹ് അടുത്ത ആഴ്ച BP എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽപ്പെട്ട ഒരു അസുഖം തന്നെയാണ് ഈ ഓസ്റ്റിയോപോറോസിസും അഥവാ തേയ്മാനവും. ഇനി തേയ്മാനമല്ല എന്ന് ഞാൻ പറഞ്ഞ 70% വരുന്ന സന്ധി രോഗങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന, ജീവിതശൈലി കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈല് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ കൂട്ടായിട്ടുള്ള ശ്രമം നമുക്കുണ്ടാവണം. അതിനെല്ലാവരും ശ്രമിക്കണം. നമ്മുടെ സർക്കാരും ഞാൻ പറഞ്ഞു, ഈ വർഷം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെതിരെ ആചരിക്കുകയാണ് കേന്ദ്ര സർക്കാരും. അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഒക്കെ അതിന്റെ സന്ദേശങ്ങൾ തുടരെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിപത്താണ് ഈ പുതിയ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ശരീരം അനങ്ങാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് ഇന്ന് നാം പിന്തുടരുന്നത്. അതേ രൂപത്തിൽ എക്സ്ട്രാ കലോറി ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതിനൊക്കെ മാറ്റം വരുത്തണം. ഒരാൾ റേസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന റിയാദിലാണ്. എൻ്റെ പ്രശ്നം, രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന് നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് നടുവേദന. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഉറങ്ങാൻ വേണ്ടി അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് കുറഞ്ഞ ഒരു സമയം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ആ വേദന കുറച്ച് കുറയും. അതല്ലാത്ത സമയത്ത് അങ്ങനെ നടുവേദന അനുഭവപ്പെടുന്നില്ല. പിന്നെ ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നടക്കുന്ന സമയത്തൊന്നും, രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വേദന. അതെന്തുകൊണ്ടാണെന്ന് ഡോക്ടറോട് അന്വേഷിക്കുകയാണ്. വേറെ കാര്യപ്പെട്ട മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നടുവേദനയാണ് പ്രശ്നം. ഇപ്പോൾ റിയാദിലാണ് ജോലി ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. സൗണ്ട് വളരെ കുറവാണ്, ഒന്നും മനസ്സിലായിട്ടില്ല. ഒറ്റ പ്രാവശ്യം കൂടി മൈക്കെടുക്കുക. ഞാൻ റിയാദിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എൻ്റെ പ്രശ്നം നടുവേദനയാണ്. എല്ല് തേയ്മാനാണ് വിഷയം. എന്നിരുന്നാലും അപ്പോൾ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത്, ഉറങ്ങി നേരം വെളുക്കുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോഴാണ് വേദന കൂടുതലായി അനുഭവപ്പെടുന്നത്. അങ്ങനെ എഴുന്നേറ്റ് കുറച്ചൊന്ന് നടന്ന് ഒരു ചെറിയൊരു ചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ വേദനക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകും. മറ്റു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ഡോക്ടറുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.
റിയാദിൽ നിന്നാണെന്ന് കേട്ടു, പക്ഷെ സൗണ്ട് തീരെ കേൾക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലും കേൾക്കുന്നില്ല, നടുവേദന. ആ ഏതായാലും മറ്റൊരു ചോദ്യം ഇവിടെ വന്നു നിൽക്കുന്നുണ്ട്. ആ ചോദ്യം ശേഷം അദ്ദേഹം തന്നെ ഒന്നുകൂടി അത് വിശദീകരിക്കണം. ഇപ്പോ ഒരു ചോദ്യം ഇവിടെ ഉള്ളത്, ഓട്സ് കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ, കുഴപ്പമുണ്ടോ എന്നാണ്. നല്ലതാണ്. ഓട്സിൽ എല്ലാ അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വരുന്നൊരു അപകടം എന്ന് വെച്ചാൽ പോഷകങ്ങൾ കുറവ് കൊണ്ടും അസുഖം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഭക്ഷണം കൺട്രോൾ, ഇപ്പോൾ അസുഖമുള്ള ആൾക്കാർ ചിലപ്പോൾ കൊളസ്ട്രോളും ഷുഗറും അങ്ങനെ വ്യത്യസ്ത അസുഖമുള്ള ആൾക്കാർ ഓവർ കൺട്രോളൊക്കെ വരുത്തി പിന്നെ അതിനൊക്കെ മരുന്ന് കുടിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ പറ്റ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇൻസുലിൻ എന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട ഒരു സാധനമാണ്. അത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഗ്ലൂക്കോസിന്റെ ഇൻസുലിൻ നാം പുറത്തുനിന്ന് കുത്തി വെക്കുമ്പോൾ ഈ ഗ്ലൂക്കോസിന്റെ അളവ് പറ്റ കുറഞ്ഞു പോകുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് വളരെ ശരീരത്തിലെ ഈ ഗ്ലൂക്കോസ് വളരെ കുറഞ്ഞുകൊണ്ട് ചിലപ്പോൾ തലകറങ്ങി വീണ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയാസപ്പെടുന്നു എന്ന് പറയാൻ പോലും കഴിയാതെ ഒന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മിഠായി കയ്യിലെടുക്കണം, അങ്ങനെ പറ്റ ഷുഗർ ഇല്ലാതിരിക്കുമ്പോൾ അടുത്ത് കഴിക്കാൻ വേണ്ടി എന്നൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ മരുന്നിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ കൊണ്ടോ നമുക്ക് ചില ഫുഡിന്റെ ഘടകങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പൊ അതൊക്കെ ലഭിക്കാൻ ഈ പോഷക സമൃദ്ധമായിട്ടുള്ള ഓട്സ് കൊണ്ട് ഉപകാരപ്പെടും, നല്ലതാണ്. അധികമാക്കേണ്ടതില്ല, ആവശ്യത്തിന് ഒരു മിതമായ രൂപത്തിൽ ഓട്സ് കഴിക്കുന്നുണ്ട് എന്നൊരാൾ പറഞ്ഞു, നല്ലതാണ്. ഇനി അത് കഴിക്കാത്തവർ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാത്ത നമുക്കൊരു ഫുഡ്, ഒരു മാതൃകാപരമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡിന്റെ ചാർട്ട് ഉണ്ടാക്കി അത് പിന്തുടർന്നാൽ മതി എന്നുകൂടി അറിയിക്കുന്നു. മറ്റേ ആള് ഒന്നുകൂടി ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, ഇസ്മായിൽ സാദിയാണ് റിയാദിൽ നിന്ന്. എന്റെ പ്രശ്നം നടുവേദനയാണ്. അഥവാ സാധാരണ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. രാത്രി ഉറങ്ങാൻ വേണ്ടി കിടന്ന് അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണ് ഒരു കുറഞ്ഞ സമയം ഒരു നടുവേദന, ഒന്ന് കുനിയാനോ അതുപോലെ മറ്റൊന്നും കഴിയാത്ത രൂപത്തിലുള്ള ഒരു വേദന. അത് മറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രശ്നമില്ല. എന്താണെന്ന് ഡോക്ടറുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ആ ചോദ്യം കേട്ടിരുന്നില്ലെങ്കിൽ ഞാൻ കേട്ടിരുന്നു, അത് പറഞ്ഞുതരാം. ഡോക്ടർ എന്റെ ശബ്ദം കേൾക്കാവോ? അവര് രാവിലെ എഴുന്നേൽക്കുമ്പം നടുവേദന കാണുന്നു എന്നുള്ളതാണ് ചുരുക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇൻഷാ അല്ലാഹ് വേറൊരു ചോദ്യം ഉണ്ട് വന്നിട്ട്, അതിന്റെ മറുപടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നില്ലേ? ഓക്കെ. ജയൻ ഇപ്പോൾ മൈക്കെടുത്തിരുന്നു, എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
ഏതായാലും പിന്നെ ലാസ്റ്റ് റിയാദെന്ന് ചോദിച്ച പിന്നെ അദ്ദേഹം സാജി ഉസ്താദിന്റെ ചോദ്യം ഞാൻ ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ വയസ്സൊന്ന് ടൈപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. വയസ്സ് എത്രയാണെന്നുള്ളത് ഒന്നറിയാം. ഏതായാലും നടുവേദനയാണ് പ്രശ്നം പറഞ്ഞത്. ജോലി ചെയ്യുമ്പോഴില്ല, രാത്രി കിടക്കുമ്പോഴാണ് നടുവേദനിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 40 വയസ്സ്. ഓക്കെ. അപ്പോ പിന്നെ യഥാർത്ഥത്തില് നമ്മളിപ്പോ നേരിട്ട് രോഗിനെ കണ്ടുകൊണ്ടല്ല ഇത് സംസാരിക്കുന്നത്. ഈ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ ഏകദേശം ഒരു രൂപം വെച്ച് പറയാം. തീർച്ചയായിട്ടും ഇത് ഒരു മാറാ രോഗമായിട്ട് ഒരിക്കലും കാണേണ്ടതില്ല. ഇത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നീർക്കെട്ട് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതലാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് പരിഹരിക്കണം. ചെറിയ രൂപത്തിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വ്യായാമം ചെയ്താൽ, എല്ലാ ദിവസവും രാവിലെ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാവും. അതുപോലെ നൃത്തം കൂടുതലുള്ള ജോലിയാണെങ്കിൽ, അതുപോലെ നടുവിനൊക്കെ മടങ്ങാനും നടുവൊക്കെ മടങ്ങിക്കൊണ്ടുള്ള ഓവർ ജോലിയൊക്കെ ആണെങ്കിൽ ഇടയിലൊക്കെ ചെറിയ റെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നടുവേദനയ്ക്ക് പ്രത്യേകിച്ച് രാവിലെ മലർന്ന് കിടന്ന് ഒരു കാല് മുട്ട് മടക്കാതെ ഇങ്ങനെ ഉയർത്തുക. 10 പ്രാവശ്യം ഒരു കാല് ഉയർത്തുക. ആദ്യം വലത്തെ കാല് ഉയർത്തുക, പിന്നീട് ഇടത്തെ കാല് മുട്ട് മടക്കാതെ 10 പ്രാവശ്യം ഉയർത്തുക. പിന്നീട് 2 കാലും ഒപ്പം മുട്ടുമടക്കാതെ മേലോട്ട് ഇങ്ങനെ മലർന്ന് കിടന്നിട്ടാണ് ഉയർത്തേണ്ടത്. ഈ എക്സർസൈസ് എല്ലാ ദിവസവും രാവിലെ 10 20 ആക്കി ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റമുണ്ടാവും. അതോടുകൂടി ഇപ്പൊ ഈ എക്സർസൈസ് ഒക്കെ പറയുമ്പോൾ 1-2 ദിവസം ചെയ്ത് അപ്പൊ കുറവ് തോന്നി, പിന്നെ മറന്നുപോയി, അല്ലെങ്കിൽ 4 ദിവസം ചെയ്തു നോക്കി അതിനോടൊന്നും മാറ്റമില്ല എന്ന് പറയുന്നതിന് പകരം ഇതൊരു നിത്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇനി ഊരക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് ഇപ്പോൾ വന്ന അവസ്ഥയിൽ നിലനിന്ന് ഇനി അങ്ങോട്ട് പ്രയാസമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതേ രൂപത്തില് പിന്നെ ഇപ്പൊ ഞാൻ ഊരന്റെ പറഞ്ഞത്, അതുപോലെ കൈക്കുള്ളതും മുട്ടിനുള്ളതും മടമ്പിനുള്ളതും കഴുത്തിനുള്ളതും കൈമുട്ടിനുള്ളതും ഒക്കെ നാം ഓരോ ജോയിന്റും ഇളകുന്ന മടങ്ങുകയും നീരും ചെയ്യുന്ന എക്സർസൈസുകൾ വളരെ സ്വസ്ഥമായി രാവിലെ ചെയ്തു കഴിഞ്ഞാൽ, ഗൾഫിലുള്ളവരാണെങ്കിൽ ജോലിയുടെ ഏതെങ്കിലും സമയത്ത് ഫ്രീ ഉള്ള ടൈമിൽ 5-10 മിനിറ്റ് മാത്രമേ ഇതിന് സമയം വേണ്ടിയതുള്ളൂ. പ്രത്യേകിച്ച് ഗൾഫുകാരാകുമ്പോൾ ടൈം വളരെ കുറവായിരിക്കാം. അപ്പൊ അങ്ങനത്തെ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജോലിക്ക് ഇടയിൽ എപ്പോഴെങ്കിലും എല്ലാവർക്കും 24 മണിക്കൂർ എല്ലാവർക്കും ഉണ്ടല്ലോ. 24 മണിക്കൂറിൽ നമ്മുടെ 7-8 മണിക്കൂറൊക്കെ നാം ഉറങ്ങുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് ഒരു നിസ്കരിക്കുന്നതൊക്കെ പോലെ വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി ആ ബോധ്യം ഉൾക്കൊണ്ട് നാം തീർച്ചയായിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മാറ്റം വരും. അതുപോലെ ഈ പറഞ്ഞ റിയാദിൽ നിന്ന് വിളിച്ച ആളുടെ പ്രശ്നം വേദന കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് നീരൊക്കെ പോകാനുള്ള മരുന്നുകളും കഴിക്കണം. മരുന്നുകൾ കഴിക്കുകയും അതോടുകൂടി ഈ വ്യായാമം ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് മാറ്റം വരും. ഇനി വീണ്ടും അത് തുടർന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ രാത്രി പനി എന്ന രൂപത്തിലുള്ള ESR-ഉം വാദത്തിന്റെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ രക്തം ചെക്ക് ചെയ്താലൊക്കെ അറിയാൻ സാധിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ കുറയുന്നില്ലെങ്കിൽ മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ എന്നും അറിയിക്കുന്നു. റൈസാൻ ചെയ്തവർക്ക് വേണ്ടി മൈക്ക് കൈമാറും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ റൈസാന്റെ ആള് മുകളിലെ ആൾ എടുക്കുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ആൾ എടുത്തോളി. പിന്നെ 2-3 ചോദ്യം വന്നിട്ടുണ്ട്. ഡോക്ടർ കേൾക്കാമല്ലോ ശബ്ദം? അതിലൊന്ന്, ഈ പ്രോസ്റ്ററ്റിസ് ഇതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടോ എന്നാണ് ഒരു ചോദ്യം. പ്രോസ്റ്ററ്റിസ് ചിലപ്പോ ഡോക്ടർ പറഞ്ഞതായിരിക്കും അല്ലെ, അത്
ഞാൻ കേട്ടത്, ഞാൻ PM-ന്റെ ഇതിലായിരുന്നു. അതൊക്കെ ഡോക്ടർ കേട്ടല്ലോ ചോദ്യം. പ്രോസ്റ്റേറ്റിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടോ? അതുപോലെ വേറൊരു ചോദ്യം വന്നത് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. മൈക്കിലേശനു ഡോക്ടറെ കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രോസ്റ്റേറ്റ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ ഈ വേദിയിൽ തന്നെ ഒരു ദിവസം അത് മാത്രം പറഞ്ഞിരുന്നു. പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റാറ്റൈറ്റിസ്. ഓക്കെ, ഇതിന്റെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദവിവരങ്ങൾ ആവശ്യമാണ് മറുപടി പറയണമെങ്കിൽ. ഏതായാലും ഒരു മിനിറ്റ് കേട്ടോ, ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രോസ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പുരുഷ ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. നമ്മുടെ മൂത്രനാളിയുടെ ഇരുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണിത്. ഇത് സ്ത്രീകളിൽ ഉണ്ടാവില്ല. ഈ ഗ്രന്ഥി വീങ്ങുന്നത് കാരണം മൂത്രത്തിന് തടസ്സമുണ്ടാവുകയും നാം വിചാരിക്കുന്ന സമയത്ത് മൂത്രം വരാതിരിക്കുകയും ചിലപ്പോൾ വിചാരിക്കാതെ തന്നെ വരികയും പെട്ടെന്ന് മൂത്രമൊഴിക്കാനുള്ള ഡിസയർ ഉണ്ടാവുകയും അതുപോലെ മൂത്രം ശരിക്കും പുറത്ത് പോവാതിരിക്കുകയും ഒരുപാട് നേരം ഇരുന്നാൽ മാത്രം മൂത്രം വരികയും ചെയ്യുന്ന അങ്ങനത്തെ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രോസ്റ്റാറ്റിന്റെ എൻലാർജ്മെന്റ്. പ്രോസ്റ്റേറ്റ് വലുതായി പ്രോസ്റ്റേറ്റ് വീങ്ങുന്ന അവസ്ഥ. അത് ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന, ഏകദേശം ആണുങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് അതിന്റെ പ്രയാസങ്ങൾ. അതാണ് പ്രോസ്റ്റാറ്റിന്റെ എൻലാർജ്മെന്റ്. പ്രോസ്റ്റാറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഫ്ലമേഷൻ ആണ്, അതിന് നീർവീക്കം വരുന്ന ഒരവസ്ഥയാണ്. അതിന്റെ മരുന്ന് കഴിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഈ രോഗിയുടെ വിശദമായിട്ട് അറിയുമ്പോൾ മാത്രമാണ് അത് വിശദമായി പറയാൻ സാധിക്കുക എന്നുകൂടി അറിയിക്കുന്നു. അത് എൻലാർജ്മെന്റ് ആണോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണോ എന്നത് മനസ്സിലായിട്ടില്ല. ഏതായാലും നമ്മുടെ ഇന്നത്തെ വിഷയം തേയ്മാനമാണ്. അപ്പോൾ വേറൊരു ആള് വളരെ കൂടുതൽ നേരമായി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പെട്ടെന്ന് മറുപടി പറയാം. പിന്നെ 4 വർഷമായി ഒരേ ഊരവേദന, കഷ്ടപ്പെടുന്ന എല്ല് തേയ്മാനം നീർക്കെട്ടും ആണെന്ന് ഡോക്ടർ പറയുന്നു. ബെൽറ്റ് ഇട്ടിരുന്നു, എന്നാൽ പൂർണ്ണമായി സുഖമാവുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ സുഖമാകും. ഇതിന് പരിഹാരമില്ലേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഊരവേദനക്ക് ഇങ്ങനെ നീർക്കെട്ടും അതുപോലെ പിന്നെ തേയ്മാനം ഒക്കെ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ അവസരത്തിൽ ഈ ആളുടെ വയസ്സും അതുപോലെ ഈ വ്യക്തിയുടെ നേരിട്ട് കാണുമ്പോഴൊക്കെ ശരിക്കും തേയ്മാനം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ ഒരുപാട് പഴക്കമുള്ള കേസാണെങ്കിൽ നമുക്കറിയാം, അതിന് എക്സ്റേയും അതിന്റെ MRI പിന്നെ സ്കാനിങ് ഉണ്ട്. അതൊക്കെ ചെയ്തു നോക്കിയാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചികിത്സിക്കാം. മാത്രമല്ല, മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നു, അല്ലാത്തപ്പോൾ മാറുന്നില്ല, ബെൽറ്റ് കൊണ്ടൊന്നും മാറുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചില വ്യായാമങ്ങളും ബ്രീത്തിങ് എക്സർസൈസുകളും അതുപോലെ നീര് പോകാനുള്ള മരുന്നുകളൊക്കെ കഴിച്ചാൽ മാറ്റമുണ്ടാകും. ചിലപ്പോൾ തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. അതിന് നമ്മുടെ അടുത്ത് നാം ഇപ്പോൾ മർക്കസിൽ, യുനാനി ഹോസ്പിറ്റലിൽ നല്ല സൗകര്യമുണ്ട്. നാം പ്രത്യേകിച്ച് ഊരവേദന കേസുകൾ ഒരുപാട് ഇവിടെ കാണിച്ച് അൽഹംദുലില്ലാഹ് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അവസരം പോലെ സാഹചര്യം പോലെ ഇൻഷാ അല്ലാഹ് അത് പരിഹരിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. ഇനി റൈസ് ഹാൻഡ് ചെയ്തവർക്ക് വേണ്ടി മൈക്ക് കൈമാറാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടറെ, വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല. പിന്നെ നമ്മൾ ക്ലാസ് റൂമിലുള്ള ഒരു സ്ത്രീ ആയിരിക്കണം.
ചോദിച്ചതാണ്. 35 വയസ്സുണ്ട്, ഗ്യാസ് കാരണം വയറുവേദന, നെഞ്ചുവേദന, ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ TCI ഡോക്ടർ ഉണ്ട്, താഴെ ഉണ്ട്, പക്ഷെ പോയി. TCI പോയെന്നറിയില്ല. ഡോക്ടർ കേൾക്കുന്നുണ്ടല്ലേ? ആ, പിന്നെ ഏതായാലും ഇപ്പൊ മറ്റേ മുമ്പെടുത്ത ആളും എന്തായി അറിയില്ല, എന്താ ചോദിച്ചെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ചോദിക്കുകയാണ്. ഡോക്ടർ കേൾക്കുന്നുണ്ടല്ലോ? ഡോക്ടർ, എന്റെ തണ്ടില് ഒരു വേദനയൊന്നുമില്ല. എക്സസൈസ് എടുക്കുമ്പോ കാല് മേൽപോട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടെ കട്ടെ എന്നൊരു സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. വലത് കാല്. വയസ്സ് ഏകദേശം 46 ആയിട്ടുണ്ട്. പിന്നെ ഒരു 20 കൊല്ലം മുമ്പ് അങ്ങനെ മുകളിൽ നിന്ന് വീണിട്ട് അതാ വലത്തെ കാലിന്റെ ഉപ്പുറ്റി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൊട്ടിയത് അന്ന് അത് ശരിക്ക് അത് ജോയിൻ ചെയ്തിട്ടില്ല. അന്നേരം ഈ ദുബൈയിൽ നിന്ന് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടപ്പോ അത് ശരിക്ക് ജോയിന്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോ ശരിക്ക് ജോയിന്റ് കണ്ടിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അത് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ വേദനയുണ്ടല്ലോ, അങ്ങനെയൊക്കെ പോയിക്കോളും എന്നെല്ലാം പറഞ്ഞു. പിന്നെ ആ സാഹചര്യത്തിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പൊ അത് ആ കാലിൽ തന്നെയാണ് ഇപ്പൊ ഈ എക്സസൈസ് എടുക്കുമ്പോ കാലിട്ട് മേപ്പിട്ട് പോക്കുമ്പോ കട കട എന്നൊരു സൗണ്ട് തണ്ടലിന്റെ എല്ലിൽ നിന്ന് വരുന്നത്. പിന്നെ ആ ഉപ്പുറ്റി പൊട്ടിയതിൽ അതിപ്പോഴും ആ വേദന മാറിയിട്ടില്ല. സ്പീഡിൽ നടക്കാനൊന്നും കഴിയില്ല. അതിടക്കിടക്ക് ഭയങ്കര തണുപ്പെല്ലാം ഭയങ്കര വേദന ഉണ്ടാവും. അപ്പൊ അത് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ അതെന്താ എന്നറിയാനാണ്. ഏതായാലും മൈക്ക് ഇവിടുന്ന് ഡോക്ടർ കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ. കാല് ഉയർത്തുമ്പോ സന്ധികളിൽ നിന്നും സൗണ്ട് വരുന്നു എന്നാണ്. അത് പ്രശ്നമാക്കേണ്ടതില്ല. 46 വയസ്സായിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗണ്ട് വരിക എന്നതൊരു പ്രശ്നം ആക്കേണ്ട അസുഖമല്ല. മറിച്ച് പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതൊരു രോഗമൊന്നുമല്ല. ഈ വ്യായാമം ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകരുത്. വ്യായാമം ചെയ്തുകൊണ്ടേയിരിക്കുക. ആ സൗണ്ട് വന്നോട്ടെ, കുഴപ്പമില്ല. അത്രയാണ് പറയാനുള്ളത്. സൗണ്ട് സാധാരണ പിന്നെ ഓവറായിട്ടുണ്ടെങ്കിൽ അതുപോലെ ആ സൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് വേദനയും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ വെറും ആ പിന്നെ സൗണ്ടിന് വേണ്ടി മാത്രം നിങ്ങൾ പേടിക്കേണ്ടതില്ല. എൻ്റെ കാലിനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ സൗണ്ട് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അത് പലപ്പോഴും നാം പല ഡോക്ടേഴ്സെ ഡിസ്കഷൻ ചെയ്താലൊന്നും അതൊരു പ്രശ്നമായിട്ട് കാണാറില്ല. പ്രത്യേകിച്ച് പ്രശ്നമില്ല. അതേ രൂപത്തിൽ നിങ്ങൾ കൂടെ പറഞ്ഞൊരു വിഷയം, തണുപ്പ് സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ എക്സസൈസ് ഒന്ന് കൂട്ടുക. അതേ രൂപത്തിൽ എന്തെങ്കിലും ചൂടുവെള്ളം പിടിച്ചു കൊടുക്കുക. ആ വേദനയുള്ള ഭാഗങ്ങളിൽ ചൂടുവെള്ളത്തിൽ പിന്നെ ക്ഷീരമുക്കി തുടച്ചു കൊടുക്കുക. അതുപോലെ വേണമെങ്കിൽ ഉഷ്ണം കൂടുതലുള്ള തൈലങ്ങളോ എണ്ണയോ ഒന്ന് പുരട്ടി ഒന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ നിശാബ്ദ മാറ്റം വരും. തണുപ്പ് സമയത്താണ് വേദന വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തണുപ്പ് സമയങ്ങളിൽ
ഭക്ഷണത്തിലും ഒക്കെ ചെറിയ മാറ്റം വരുത്തി ചൂടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് ഭക്ഷണത്തിന്റെ സ്വഭാവത്തിൽ ചൂടുള്ള ഭക്ഷണങ്ങളുണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തി ഭക്ഷണം കഴിക്കുകയും അതേ രൂപത്തിൽ ഈ ചൂട് പിടിച്ചെടുക്കുകയും ചെയ്താൽ മതി. ഇനി യുനാനി മാനേജ്മെന്റിൽ നിങ്ങൾ പറഞ്ഞ ഈ വേദനക്ക് നാം കപ്പിംഗ് ചെയ്ത് ആ നീര് വലിച്ചെടുക്കുന്ന ഹിജാമ ചെയ്ത് ബ്ലഡ് വലിച്ചെടുത്തിട്ട് പരിഹരിക്കാറുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട്. നാട്ടിലുണ്ടെങ്കിലോ അല്ലെ നാട്ടിൽ വരുമ്പോഴൊക്കെ മർക്കസിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് ഹിജാമ ചെയ്ത് ബ്ലഡ് പുറത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദനക്കും ശമനമുണ്ടാവും എന്നറിയിക്കുന്നു. ഇനി അടുത്ത ചോദ്യം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഡോക്ടറെ, എനിക്ക് ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയുടെ ഈ ജോയിന്റ് മേലെ ഭാഗം, ഈ ജോയിന്റ് അടങ്ങുന്ന എല്ലാ ഭാഗങ്ങളും ഞാൻ ടൈലറിങ് എടുത്ത സമയത്ത് ഭയങ്കര വേദന. അപ്പോൾ പുറവും അതിനോട് ജോയിന്റ് ചെയ്ത എല്ലാ ഭാഗങ്ങളും കൂടി അങ്ങോട്ട് വേദന ആവും. അത് കുറച്ച് ടൈലറിങ് എടുക്കാതെ കുറച്ച് റെസ്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ വേദന വരില്ല. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്തിരുന്നു. ഈ തോളിന്റെ ഇവിടേക്കുള്ള ഭാഗത്ത് എന്തൊരു നരമ്പോ എന്തോന്ന് വളരുന്നുണ്ടോ അല്ലേ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. 2-3 ഗുളികയും തന്ന് പിന്നെ ഒരു ബാമും തന്നിരുന്നു. പിന്നീട് അത് കഴിച്ച് കുറവുണ്ടായിരുന്നു. പിന്നീട് അത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഹാർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ, വലത് കൈയായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് ഇങ്ങനെ വരാറുണ്ട്. അത് ഒന്ന് എന്താ മാർഗം എന്നൊന്ന് വിവരിക്കും. അസ്സലാമു അലൈക്കും. തോളിൽ നിന്നുള്ള വേദനയാണ്. ടൈലറിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ സന്ധികളും പേശികളൊന്നും പണ്ടത്തെ പോലെ അത്ര ഉറപ്പുള്ളതല്ല. നമ്മുടെ ചലനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ചെറിയ അനക്കങ്ങൾ വരുമ്പോഴേക്കും നീര് വന്ന് വേദനിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം പറയുമ്പോൾ നല്ല വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാവും. കൈ നേരെ പിടിച്ചുകൊണ്ട് കറക്കുക, മുന്നോട്ടും ബാക്കോട്ടും 10 പ്രാവശ്യം. അതുപോലെ കൈ മുകളോട്ട് ഉയർത്തിക്കൊണ്ട് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുക. അതുപോലെ കൈയുടെ ഷോൾഡർ അനങ്ങുന്ന രൂപത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുക. അതായത് മുന്നോട്ട് 10 പ്രാവശ്യം കറക്കിയാൽ തീർച്ചയായിട്ടും പിന്നോട്ടും 10 പ്രാവശ്യം കറക്കണം. ഈ രൂപത്തിൽ എക്സർസൈസ് ചെയ്യുക. അതുപോലെ തലയണ ഒരിക്കലും കട്ടി ഉണ്ടാകരുത്. തലയണ ഒന്നുകൂടി ഒഴിവാക്കുക. നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും വിരിപ്പറ്റ മടക്കി വെക്കാം. അതേ രൂപത്തിൽ എവിടെയെങ്കിലും തൂങ്ങി ഉറങ്ങുന്നതോ അല്ലെങ്കിൽ അലക്ഷ്യമായി കടന്നുറങ്ങുന്നതൊക്കെ ഒഴിവാക്കണം. ഉറങ്ങുന്ന സമയത്ത് വളരെ സെറ്റപ്പായി വിരിച്ച് വളരെ കണ്ടീഷനായിട്ട് തലയൊക്കെ നേരെ വെച്ച് മാത്രം ഉറങ്ങുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് ആ കഴുത്തിന്റെ ഭാഗത്ത് നീര് വരുമ്പോഴാണ് ഈ വേദന വരുന്നത്. കാണിക്കുമ്പോൾ ഗുളി കുടിക്കുമ്പോൾ ചില വേദന ഗുളി കുടിച്ചാൽ കുറയും. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കാണിച്ചാൽ ചിലപ്പോൾ തീരുമാനമുണ്ടെന്ന് പറയും. അതിനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ പരട്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണ പരട്ടാതെയോ ചുടുവെള്ളം ഇതിൽ ശീലമാക്കി ഒന്ന് ചൂടുവെള്ളം പിടിച്ചു കൊടുത്താലും നീര് കുറയും. അതേ രൂപത്തിൽ എക്സസൈസ് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നിർബന്ധമായിട്ടും ഏതെങ്കിലും സമയത്ത് ഈ കൈ മുട്ടും മടക്കാതെ നേരെ പിടിച്ച് മുന്നോട്ടും ബാക്കോട്ടും കറക്കിക്കൊണ്ടിരുന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കും. അത് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു ചോദ്യം, ഷോൾഡറിന്റെ കടച്ചിലിനെ കുറിച്ച് മറ്റൊരാൾ PM ചെയ്തിരുന്നു, ഹനീഫ് എന്നതാണ്. അദ്ദേഹത്തിനും അതേ ഉത്തരം തന്നെ പറയാനുള്ളത്. നല്ല വ്യായാമം ചെയ്യുക. പിന്നെ ഷോൾഡർ വേദന, പിന്നെ അതിനോട് കൂടി ഇപ്പോൾ ഷോൾഡറിന്റെ വേദനകൾക്ക് ചില കാരണങ്ങൾ ഫ്രോസൺ ഷോൾഡർ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ എക്സസൈസ് കൊണ്ട് പരിഹരിക്കാം. അതേസമയത്ത് ഷുഗറിന്റെ കാരണമായിട്ടും ചിലപ്പം വേദന ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ദാഹം കൂടുതലോ വിശപ്പ് കൂടുതലോ അങ്ങനെ മൂത്രം കൂടുതലോ ഒക്കെ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ടെസ്റ്റ് ചെയ്ത് അത് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ വ്യായാമം കൊണ്ടും ചൂട് പിടിക്കൽ കൊണ്ടും പരിഹരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെ കുറയുന്നില്ലെങ്കിൽ
ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എന്താണ് കാരണമെന്ന് കണ്ടെത്താം. ഇൻഷാല്ലാ യുനാനിയിലും അതിന്റെ നല്ല മാനേജ്മെന്റ് ഉണ്ട് എന്നറിയിക്കുന്നു. അടുത്ത ഇൻഷാല്ലാ ഏകദേശം ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒറ്റ ആൾ കൂടിയ ഒരു അവസരം കൊടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം ഇൻഷാല്ലാ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ചോദ്യം ഈ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പ്രയാസമുണ്ട്. ഓക്കെ, ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് ഇൻഷാല്ലാ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. റിലീസ് ചെയ്യുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈപൊക്കി വന്ന് മൈക്ക് എടുക്കാതെ ഹലോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും ഉണ്ടാകാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഡോക്ടർ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു തന്നു. ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകി. അൽഹംദുലില്ലാ ഡോക്ടർ തന്നെ മൈക്കിൽ വന്ന് പിന്നെ ഈ മൈക്കിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് വരികയും ചോദിക്കുകയും ചെയ്യുക. ഡോക്ടർക്കും മറ്റ് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഡോക്ടർ ഒന്നും കൂടി മൈക്കിൽ വരിക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമുക്ക് സംസാരിക്കാം. പിന്നെ സന്ധിയിലെ വേദന, ഈ എന്തെങ്കിലും അല്പസമയം ഇരുന്നു കൊണ്ട് പണിയെടുക്കുമ്പോഴൊക്കെ എണീറ്റ് നിൽക്കുമ്പോൾ നല്ല ശക്തമായ വേദന അനുഭവപ്പെടുന്നു. ഡോക്ടറൊന്നും അത് സംബന്ധമായി കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകമായുള്ള ഒരു വലിയൊരു വേദന ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അല്പം കുമ്പിട്ട് നിന്നുകൊണ്ട് ഒക്കെ ചെറിയ വേലകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, നീർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ വേദന. അതിനൊരു പരിഹാരം എന്താണ്? സാധാരണയായി മൂവ് പോലെയുള്ള ഓയിൽമെന്റുകളൊക്കെ പുരട്ടി ഒരു താൽക്കാലിക ശമനം കാണുന്നു എന്നല്ലാതെ മറ്റ് ഫോം വഴികളൊന്നും അതിന് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് പ്രത്യേകം ഡോക്ടർ ഒന്ന് മറുപടി പറഞ്ഞാലും. ഹലോ, ഇത് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരു ചോദ്യം ലാസ്റ്റ് കുറച്ച് ഇരിക്കുന്ന സമയത്ത് വേദന വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം നടുവേദന എന്നൊരു വിഷയത്തിൽ ക്ലാസ് എടുത്തിരുന്നു. നടുവേദന ഒരു പ്രാവശ്യം അനുഭവിക്കാത്തവർ ലോകത്തുണ്ടാവില്ല, ചെറിയ കുട്ടികൾ ഒഴിച്ച്. കാരണം ഇരുത്തത്തിൻ്റെ പൊസിഷൻ മാറുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ബാക്കിലെ പാൻസിന്റെ പോക്കറ്റിൽ സ്പേസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് ഒരുപാട് സമയം ഓഫീസിൽ ഇരിക്കുന്നവർക്ക്, ഡ്രൈവേഴ്സിന്, ഇങ്ങനെ പലർക്കും ഉരവേദന, നടുവേദന ഉണ്ടാവുന്നത് വ്യാപകമാണ്. അതിനുള്ള പരിഹാരം നമ്മുടെ ഇരുത്തം ഒന്ന് ക്ലിയർ ആക്കുക. ഇരുത്തം ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ വളരെ പുറം ഭാഗം സ്ട്രൈറ്റ് ആയിട്ട് നട്ടെല്ല് നേരെ നിൽക്കുന്ന രൂപത്തിൽ ചെയറിന്റെ ബാക്ക് സൈഡിനോട് അടുപ്പിച്ചിരിക്കുക. അതേ രൂപത്തിൽ പിന്നെ ബാക്ക് പോക്കറ്റിൽ, പാൻസിന്റെ ഒക്കെ ബാക്കിൽ പോക്കറ്റിൽ പേസ് ഉണ്ടെങ്കിൽ അടുത്ത് ഒഴിവാക്കുക. പേസ് മാത്രമല്ല, ചില്ലറ കാശുകൾ പോലും കട്ടിയുള്ളതൊന്നും വെക്കാതിരിക്കുക. അത് നേരെ പ്രസ് ചെയ്യുന്നത് ഷിയാറ്റിക്ക എന്ന ഒരു നാഡി, ഒരു നെർവിന്റെ മുകളിലാണ്. അപ്പോൾ അത് ശക്തമായ വേദന ഉണ്ടാക്കും, അത് ശ്രദ്ധിക്കുക. അതേ രൂപത്തിൽ പിന്നെ വ്യായാമം, നമ്മുടെ അധ്വാനമില്ലാത്ത ജോലിക്കാരാണെങ്കിൽ, ഓഫീസ് ജോലിക്കാരും അതുപോലെ ഡ്രൈവേഴ്സൊക്കെ ആകുമ്പോൾ
പ്രത്യേകിച്ച് നടുവിനൊന്നും ഒരു ചലനവും കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഇരുന്ന് വ്യായാമം ശീലിക്കുക, വ്യായാമം പതിവാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജീവിതശൈലി വിഷയത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ ഈ വർഷമൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആചരിക്കുമ്പോൾ അതിനൊക്കെ നൽകുന്ന സന്ദേശം വ്യായാമം ചെയ്യൂ, ശീലിക്കൂ എന്നാണ്. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ നാം തയ്യാറാവണം. അതുകൊണ്ട് രാവിലെ ഒരു 10 പ്രാവശ്യം ഇരുന്നെണീക്കുക, അതുപോലെ കാലൊക്കെ ഒന്ന് മുന്നോട്ട് 10 പ്രാവശ്യം വീശി, അതുപോലെ കാല് വൈഡാക്കി ഇരുന്നിട്ടുള്ള ചില എക്സർസൈസുകൾ ചെയ്യുക. എക്സർസൈസ് പരിചയമില്ലെങ്കിൽ കളരിയോ കരാട്ടയൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളവരിൽ നിന്നും ആമുഖമായി അവർ ചെയ്തിരുന്ന ഏതെങ്കിലും പയറ്റിനെ കുറിച്ചല്ല പറയുന്നത്, ആ കളരിക്ക് മുമ്പായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്തു വരുന്ന ഒരുപാട് നല്ല നല്ല വ്യായാമങ്ങളുണ്ട്. അവയൊക്കെ അതിന് പ്രധാനപ്പെട്ടത് എല്ലാ ജോയിന്റുകൾക്കും ഒരു ചലനം കിട്ടുന്ന ഓരോ എക്സർസൈസ് എങ്കിലും ഒരു 10-15 മിനിറ്റ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നല്ല മാറ്റമുണ്ടാവും. എല്ലാവരും അതിന് ചെയ്യുകയും നമ്മുടെ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാതെ നമുക്ക് കഴിച്ചിലാവും, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് ചോദിച്ച ആള് രാവിലെ കാല്, ഞാൻ ആദ്യം പറഞ്ഞ മറ്റൊരു എക്സസൈസ് ഉണ്ടായിരുന്നു, മലർന്ന് കിടന്ന് കാല് മുട്ട് മടക്കാതെ മുകളിലോട്ട് ഉയർത്തുക 10 പ്രാവശ്യം ഒരു കാല്, പിന്നെ മറ്റേ കാല് 10 പ്രാവശ്യം, 2 കാലും കൂടി ഒന്നായിട്ട് 10 പ്രാവശ്യം ഇങ്ങനെ നീർത്തുക, നേരെ വെക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രിയിൽ കാലിങ്ങനെ മടങ്ങി വരണം, മുട്ട് മടങ്ങുകയും ചെയ്യരുത്. അങ്ങനെ കാല് ഉയർത്തിക്കൊണ്ടുള്ള എക്സസൈസുകൾ ചെയ്യുക, ഇരുന്നെണീക്കുക തുടങ്ങിയൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മാറ്റം വരും. എന്നിട്ടും പ്രശ്നമുണ്ടെങ്കിൽ നീരിനൊക്കെയുള്ള ശോധനക്കുള്ള മരുന്ന് കഴിച്ച് നീരൊക്കെ ഒന്ന് പോക്കി പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെയും കുറയുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ച് അതെന്താണെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് നേടുക. നമ്മുടെ യുനാനിയിലും നല്ല മാനേജ്മെന്റ് ഉണ്ട്. ഒരുപാട് രോഗികൾ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഈ വിഷയത്തിന് വേണ്ടി മാത്രം അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ കപ്പിങ്ങും ഹിജാമ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ നല്ല വണ്ടർഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ചികിത്സയാണ്. അതൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ നേടാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ജോലിക്കാർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ ഇത് സമയമല്ല, 3:15. അടുത്ത പ്രാവശ്യം നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം. കിതപ്പിനെ കുറിച്ച് ഒരാളെന്നെ ചോദിച്ചുകൊണ്ടിട്ടുണ്ട്. കിതപ്പിനുള്ള മറുപടി ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും രാവിലെ വ്യായാമം ചെയ്യുക. വ്യായാമത്തിന്റെ കൂടെ ബ്രീത്തിങ് എക്സസൈസ് ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആയിട്ട് ഓരോ ജോയിന്റ്സിനും കിട്ടുന്ന എക്സസൈസിന് ശേഷം അല്പനേരം ഇരുന്നു കൊണ്ട് ആശ്വാസത്തോടു കൂടി ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വളരെ സ്ലോ ആയിട്ട് പുറത്തു വിടുകയും ചെയ്തുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് അഥവാ യോഗ മോഡിലുള്ള കുറച്ച് എക്സസൈസും ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വരും. അതേ രൂപത്തിൽ ഈ കിതപ്പിന്റെ കാരണം 2 കാരണം ഉണ്ടാവാം. ഞാൻ പറഞ്ഞ കാരണം ആദ്യം, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്നതാണെങ്കിൽ എക്സസൈസും നടത്തം കൊണ്ടൊക്കെ അത് പരിഹരിക്കും. അതേ രൂപത്തിൽ ഇനി ഹാർട്ടിന്റെ പ്രശ്നമുണ്ടോ എന്നത് പിന്നെ ഇതുകൊണ്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രം ആലോചിച്ചാൽ മതി. അതുപോലെ ചിലപ്പോൾ വയറിന്റെ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടും കിതപ്പുണ്ടാവാം. അപ്പൊ അങ്ങനെ ദഹനക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടണം. അതിന് ജീരകം, അതുപോലെ പിന്നെ ഏലക്കായ് പോലത്തെ പൊടിക്കൈകളൊക്കെ പരീക്ഷിക്കാം. അങ്ങനെ ദഹനത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇനി ശോധന കുറവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ല ശോധന കിട്ടുന്ന മരുന്നുകൾ സംഘടിപ്പിച്ച് ഒറ്റമൂലികളായോ, ഇനി യുനാനിയിൽ കുറിച്ചുമൂലിയൻ, ത്രിഫൽസനായി പോലത്തെ മരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നല്ല മോഷൻ റെഡിയാക്കണം. ഇൻഷാ അല്ലാഹ് പരിഹരിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് വായിക്കാൻ സാധിക്കുന്നില്ല. സിസ്റ്റത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നാം ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ രൂപത്തിൽ നമ്മളെ ഈ ഇങ്ങനത്തെ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇങ്ങനെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ എല്ലാ തീരുമാന രംഗത്തൊക്കെ ഉണ്ട്. അങ്ങനെ എന്തുണ്ടെങ്കിലും അതൊക്കെ അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞാൻ അടുത്ത ആഴ്ച കോഴിക്കോട് നടക്കുന്ന എല്ല് തേയ്മാനം സ്പെഷ്യൽ സെമിനാർ തുറന്ന ചർച്ച വിപുലമായ പരിപാടിയാണ്. നമ്മുടെ കോഴിക്കോട് മാനന്തര പരിസരത്ത് സ്പോർട്സ് ഹാളിൽ വെച്ച് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി
MK മുനീർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു. സൗകര്യം നാട്ടിലുള്ളവരുണ്ടെങ്കിൽ വരാം. ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൽ ജസായ ഡോക്ടർ. മാഷാ അല്ലാഹ്, വളരെ ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു വിഷയമായിരുന്നു ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഡോക്ടറുടെ അറിവിലും ജോലിയിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അതുപോലെ ഇൻഷാ അല്ലാഹ് ഡോക്ടർ വളരെയധികം തിരക്കുള്ളൊരു വ്യക്തിയാണ്. ആ തിരക്കും മാറ്റി വെച്ച് അൽഹംദുലില്ലാഹ്